കരിപ്പൂർ സ്വർണം പൊട്ടിക്കൽ കേസ് അന്വേഷണം അർജുൻ നായങ്കിയിലേക്കും. സ്വർണം കവരാൻ കണ്ണൂരിൽ നിന്നും സംഘമെത്തിയത് അർജുൻ നിർദ്ദേശപ്രകാരം ആണോ എന്ന നിഗമനത്തിലാണ് പോലീസ്. തെളിവ് കിട്ടിയാൽ പ്രതി ചേർക്കാനാണ് തീരുമാനം. ഇതിനായി റിമാൻഡിലുള്ള പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാൻ പോലീസ് നീക്കം തുടങ്ങി. കഴിഞ്ഞ ഞായറാഴ്ച കരിപ്പൂർ വിമാനത്താവളത്തിൽ സ്വർണം കവരാനെത്തി പിടിയിലായത് അർജുൻ നായങ്കിയുടെ കൂട്ടാളികൾ ഉൾപ്പെടെ 13 പേരാണ്. 2 കോടി രൂപയിലധികം വില വരുന്ന സ്വർണവുമായി കരിപ്പൂരിൽ വന്നിറങ്ങിയ മലപ്പുറം മുണ്ടുപറമ്പ് സ്വദേശി സൽമാൻ സാലിഹ് അർജുൻ നായങ്കിയുടെ കൂട്ടാളിയായ അഭിജിത്തുമായി നേരത്തെ ധാരണയുണ്ടാക്കിയിരുന്നു. ഉടമയ്ക്ക് സ്വർണം നൽകാതെ ഈ സംഘത്തിന് സ്വർണം കൈമാറണമെന്നായിരുന്നു ധാരണ. $40 ലക്ഷം രൂപയായിരുന്നു ഇതിന് പ്രതിഫലം. എന്നാൽ സ്വർണം ലക്ഷ്യമിട്ട് കണ്ണൂരിൽ നിന്നുള്ള സംഘം കരിപ്പൂർ വിമാനത്താവളത്തിലെത്തിയപ്പോൾ പോലീസിന്റെ പിടിവീണു. ഇതിനിടെ സൽമാൻ ഇവരെ എല്ലാം കബളിപ്പിച്ച് സ്വർണം സുഹൃത്തുക്കൾക്കൊപ്പം പങ്കിട്ടെടുക്കുകയായിരുന്നു. അർജുൻ നായങ്കിയുടെ നിർദ്ദേശപ്രകാരമാണോ അഭിജിത്തും കൂട്ടരും വിമാനത്താവളത്തിൽ എത്തിയതെന്ന കാര്യമാണ് പോലീസ് അന്വേഷിക്കുന്നത്. നിലവിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിലുള്ള പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ഇവരുടെ മൊബൈൽ ഫോൺ വിശദാംശങ്ങളും പോലീസ് ശേഖരിക്കും. അർജുൻ നായങ്കിയുമായി ഇവർ ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യത്തിൽ തെളിവ് കിട്ടിയാൽ തുടർ നടപടികളിലേക്ക് കടക്കാനാണ് തീരുമാനം. ന്യൂസ് മലയാളം, മലപ്പുറം.